ഹലോ, ഗുഡ് മോർണിംഗ്. സിന്ധു മോളോസിൻ്റെ ഒരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സത്യം പറഞ്ഞാൽ എൻ്റെ സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ. രാവിലെ കുറച്ച് കരയുകയൊക്കെ ചെയ്തു. ഭയങ്കര ഒരു സങ്കടപ്പെട്ട ഒരു ദിവസമാണ് ഇന്ന് കേട്ടോ. ഭയങ്കര ഒരു വിഷമം നിറഞ്ഞ ഒരു ദിവസം. ഇങ്ങനെ തുടങ്ങിയ മക്കളൊക്കെ ഇങ്ങനെ തുടങ്ങിയ അച്ഛനമ്മമാർ എന്ത് ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. ഇങ്ങനെ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഇതിപ്പം നമ്മുടെ തൊട്ടടുത്ത് 2-3 വീടിൻ്റെ അപ്പുറത്ത് ഒരു വീട്ടിൽ ഒരു മോൻ തൂങ്ങി മരിച്ചിരിക്കുകയാണ് കേട്ടോ. തൂങ്ങി മരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ കടയ്ക്കകത്താണ് തൂങ്ങി മരിച്ചിരിക്കുന്നത്. ആ കടയിൽ പച്ചക്കറി കടയും കോഴിക്കടയും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ ആ കടയിൽ ചേട്ടായി വർഷങ്ങൾക്ക് മുമ്പ് 3-4 വർഷം ജോലി ചെയ്തിട്ടുള്ളതാണ്. ആ മോനാണ് ഗൾഫിലൊക്കെ പോയി ഒരു കുഴപ്പമില്ല, വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് ജീവിച്ചു പോകുന്നുകൊണ്ടിരുന്ന ചെറുക്കൻ കൊച്ചാണ് കേട്ടോ. എന്നാ പറയാനാ, ഇച്ചിരി ഒരു 2-3 മിനിറ്റ് സെക്കൻഡ് മതി നമ്മുടെ മനസ്സ് മാറാൻ പറയുന്നത് സത്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു കുഞ്ഞു കാര്യം വരുന്നത് അച്ഛനെ ഓർക്കത്തില്ല, അമ്മേനെ ഓർക്കത്തില്ല, ഭാര്യേനെ ഓർക്കത്തില്ല. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് അതിൻ്റെ ഭവിഷ്യത്തുണ്ടല്ലോ. പിന്നീട് ഇരിക്കുന്ന ഭാര്യയോ അല്ലെ അമ്മയോ അപ്പനോ ഒക്കെയാണ് അനുഭവിക്കേണ്ടി വരുന്നത്. മരിക്കുന്നവർക്ക് മരിക്കാം. സത്യം പറഞ്ഞാൽ അങ്ങനത്തെ ഓരോ പൊട്ടത്തരങ്ങൾ നമ്മുടെ ജീവിതത്തിലാണെങ്കിലും വരും. പക്ഷേ നമ്മളത് ഒരിക്കലും സൂയിസൈഡ് ഒന്നിനും ഒരു പരിഹാരമല്ല, ആണോ? ഒരിക്കലും അല്ല. അതെന്നാ ഈ മക്കൾ മനസ്സിലാകാത്തേ തരത്തില്ല ചേട്ടാ. എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സ് എനിക്ക് ഓർക്കുമ്പോൾ എന്നെ ചങ്ങനെ അതൊരു വിങ്ങൽ പോകണം. എന്നാന്ന് എനിക്കറിയത്തില്ല. ഇതൊക്കെ കണ്ട് നമുക്ക് സഹിച്ച് നിൽക്കാൻ പറ്റുന്നില്ലെന്നേ. നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോയി കഴിയുമ്പോഴാണ് നമുക്ക് ആ വേർപാടിൻ്റെ വേദന മനസ്സിലാകുന്നത് അല്ലേ. ഓരോ രീതിയിൽ ഒക്കെ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ കേൾക്കുമ്പോഴേ എൻ്റെ പൊന്നെ എനിക്കറിയത്തില്ല. ഇപ്പം ഇന്ന് രാവിലെ ചേട്ടായി കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കടയിൽ ചെന്ന് കയറി അന്നേരം തന്നെ എന്നെ വിളിച്ച്. അപ്പോൾ സാധാരണ കടയിൽ പോയാൽ അത്ര പെട്ടെന്ന് വിളിക്കുന്നതല്ലല്ലോ, രാവിലെ തന്നെ വിളിക്കുകയല്ല. എന്തേലും രാവിലെ കോള് അങ്ങനെ വരത്തില്ല. അപ്പോൾ ഞാൻ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുള്ളൂ. എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാനായിട്ട് ഞാൻ തൊഴിലുറപ്പിന് പോകാൻ വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഞാൻ ഓടിപ്പോയി ഫോൺ എടുത്ത് പറഞ്ഞു, എടി എന്നെ ആൾ മരിച്ചടിയെന്ന്. അത്ഭുതം തോന്നിപ്പോവാ, എന്നതായി കാണിക്കുന്നത്. ഞാൻ വെച്ചാൽ എന്നാ പറ്റില്ല, കടയ്ക്കകത്ത് ഇങ്ങനെ തൂങ്ങി നിൽക്കുവാന്ന്. ഒരു സെക്കൻഡ് സമയം കൊണ്ട് അവർക്കൊക്കെ മരിക്കാം. പക്ഷേ ബാക്കിയുള്ളവർ ഇരിക്കുന്നവരുടെ അവസ്ഥ എന്നാണെന്നറിയോ? പിന്നെ ഭാവിയിൽ എന്തൊക്കെ അനുഭവിക്കണമെന്നറിയോ? സത്യം ഇന്ന് രാവിലെ തന്നെ ഉണ്ടല്ലോ എൻ്റെ മനസ്സ് ശരിയല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ചേട്ടായി രാവിലെ എണീറ്റ് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മുടെ ഒരു 3-5 വീടിൻ്റെ അപ്പുറത്ത് ഒരു ഭാര്യയ്ക്കും സുഖമില്ല, ഭർത്താവിനും സുഖമില്ല. അത് മാരകമായിട്ടുള്ള രോഗമാണ്. അപ്പോൾ ആ അവന് നല്ലൊരു കണ്ടാലൊക്കെ നമുക്ക് ഭയങ്കര ഒരു സ്നേഹമുള്ള ചേട്ടായനെയാണല്ലോ സുചേട്ടാ സിദ്ധി ചേച്ചിന്ന് വിളിച്ചാൽ അത്രയും നല്ലൊരു ചെറുക്കൻ കൊച്ച. അവർക്ക് 2 കുഞ്ഞുങ്ങളും. എന്നിട്ട് ആ ചെറുക്കന് ഇപ്പം ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. അവന് മരുന്നെല്ലാം നിർത്തിയെന്ന്. ഇനി ഏത് നിമിഷം വേണേലും മരിക്കാടി അവൻ്റെ മരുന്നെല്ലാം നിർത്തിയെന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ചേട്ടാ എന്നോട് രാവിലെ വരുമ്പോൾ അവൻ്റെ മുഖം എൻ്റെ മനസ്സിലോട്ട് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര ഒരു വിഷമമായിരുന്നു. കാരണം ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളത് നിങ്ങളൊക്കെ എന്ന ഈ ഭൂമിയിലോട്ടേ ഇതൊക്കെ നമുക്കൊരു ഇതാണ്, നമ്മൾ കണ്ടു പഠിക്കാനുള്ള പാഠങ്ങളായി ദൈവം തരുന്നത് കേട്ടോ. സത്യം ഞാൻ പറയാം, ഇത്ര ഉള്ളൂ മനുഷ്യൻ്റെ കാര്യം. എന്തുമാത്രം നമ്മളൊക്കെ അഹങ്കരിച്ചാലും എന്തുമാത്രം ഇത് കാണിച്ചാലും ദൈവം ഒന്നും ഇത് കണ്ണടച്ച കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇപ്പം എത്ര ലക്ഷങ്ങളായെന്നറിയാം. 2 പേർക്കും അതെ, ഭാര്യയ്ക്കും ഭർത്താവിനും അതെ. ഭാര്യയ്ക്ക് വേറെ ഒരു അസുഖം, ഭർത്താവിന് വേറൊരു അസുഖം വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളൂ. പക്ഷെ 2 പേരും ഒന്ന് ഓർത്ത് നോക്കിയാൽ 2 പിഞ്ചു കുഞ്ഞുങ്ങളുമായിട്ട് രോഗികളായിട്ട് വീട്ടിലത്തെ അവസ്ഥ. അത് കേട്ടപ്പോൾ തന്നെ എനിക്ക് രാവിലെ ഇന്ന് അപ്പടി മൂഡ് ഓഫ് ആയിരുന്നു. ഭയങ്കര ഒരു വിഷമമായിരുന്നു. അതിൻ്റെ കൂടെയാണ് ചേട്ടായി കടയിലോട്ട് ചെന്നിട്ട് വിളിച്ച് പറയുന്നത്, എടി ഇന്നോണക്ക് അവന് ഇതേ ഇപ്പം കടയ്ക്കകത്ത് ഇങ്ങനെ നിൽക്കുന്നതെന്ന്. ഒരു 8 മാസം ആയില്ലെന്ന് തോന്നുന്നു അവനൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചിട്ട്. എന്നെ അപ്പനും അമ്മയും എങ്ങനെ വളർത്തി പാടുപെട്ട് ഒരു കുഞ്ഞുണ്ടായാൽ എന്ത് കഷ്ടപ്പെട്ട് പാടുപെട്ടാൽ ഒന്ന് വളർത്തി ഒരു 10, 25 അല്ല 30 വയസ്സ് വരെയൊക്കെ ആക്കുന്നത്. ഇത് ഇവന് 10-30 വയസ്സ് കാണുമെന്ന് എനിക്ക് തോന്നുന്നു. അത്രേ ഉള്ളൂ. 30 ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. അത്രയൊക്കെ ഈ പ്രായം കാണത്തുള്ളൂ. എന്നതാ ഈ ലോകത്ത് നടക്കുന്നത്? ഇതിൻ്റെ അവസാനം എന്നതാ എനിക്കറിയത്തില്ല. ആ അപ്പനമ്മമാരെങ്ങനെ സഹിക്കും? ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാന്ന് ശരിയായി കിട്ടിയൊന്ന് അതിൻ്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ആശുപത്രി കൊണ്ടുപോയി വെട്ടിക്കീറി പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിവിടെ ഒന്നും നടത്തുമില്ല. മെഡിക്കൽ കോളേജിലോ പൈനാവിലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകേണ്ടി വരും. ഒരിക്കലും നമ്മൾ ആവശ്യമില്ലാത്തൊരു കാര്യത്തിലൂടെ നമ്മുടെ ചിന്ത കൊണ്ടുപോകരുത്. ഒന്നിനും ഒരു ശാശ്വതമല്ലെന്നേ, ഒന്നും ശാശ്വതമല്ല. എൻ്റെ ദൈവമേ, ആകെപ്പാടെ ഒരു ഭയങ്കര വിഷമം പിടിച്ച ഒരു ദിവസമായി പോയിന്ന്.
എനിക്കറിയത്തില്ല, എനിക്കൊന്നും പറയാനും കിട്ടുന്നില്ല. ചേച്ചി എന്നെ വിളിച്ചിട്ട് വന്നു പറയാം, എൻ്റെ മോനെ എന്നത്തിനാണ് ഈ ചെറുക്കനത് ചെയ്തതെന്ന്. ഇതിനെക്കാട്ടി ഉണ്ടല്ലോ എനിക്ക് അവനെക്കുറിച്ച് പറയാനാണേലേ, എപ്പോഴോ വെച്ച് സ്കൂട്ടിയൊക്കെ കുറിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടല്ലോ അവൻ വണ്ടിയും കൊണ്ട് ഇങ്ങോട്ട് വരികയാണെങ്കിൽ എപ്പോഴോ കണ്ടാലും ഒരു കൈ പൊക്കിയിട്ട് ആൻറ്റിയേന്ന് വിളിച്ചിട്ടേ പോകത്തുള്ളേ. അപ്പം ഞാൻ പറയടാ കൈ പിടിച്ച് വണ്ടി ഓടിക്കണം, താഴെ പോയെങ്കിലും അത് എനിക്ക് പേടിയാണ്, നമ്മൾ കൈ വിട്ടിട്ടത്. അപ്പോൾ ഇവർക്ക് പിള്ളേർക്കെല്ലാം നല്ല എക്സ്പീരിയൻസ് ആണല്ലോ, അതുകൊണ്ടൊക്കെ അറിയത്തില്ല ഇത് എന്നത്തിനാണ് ഈ കുഞ്ഞുങ്ങൾ ഇങ്ങനെ ചെയ്യുന്നതെന്ന്. പൊട്ടത്തരം കാണിച്ചു കൂട്ടുന്നത്. എല്ലാവർക്കും ചിലപ്പോൾ വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ വരും, ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, വീടാണെങ്കിൽ കുടുംബമാണെങ്കിൽ സങ്കടവും കാര്യങ്ങളൊക്കെ വരും. പക്ഷേ ജീവിച്ച് കാണിക്കണമെന്നേ, മരണം ഒന്നിനും ഒരു പരിഹാരമല്ല, നമ്മൾ അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം. അപ്പനമ്മമാർ വഴക്കുണ്ടാക്കിയ മക്കൾ ഉറപ്പായിട്ടും അപ്പനമ്മമാരുടെ മുമ്പിൽ ജീവിച്ച് അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം. ഇന്ന് ഒരു കൂലിപ്പണിക്ക് പോയാൽ കിട്ടിയല്ലേ 500 രൂപ, പിന്നെ എന്താ പാടുള്ള കഷ്ടപ്പെട്ട് അന്തസ്സായിട്ട് ജീവിച്ച് കാണിക്കണം. ഇനി അതുപോലെ തന്നെ മക്കളാണ് അച്ഛനമ്മമാർക്ക് വിഷമമെങ്കിൽ അച്ഛനമ്മമാർ കഷ്ടപ്പെട്ട് ജീവിച്ച് കാണിക്കണം ഈ ഭൂമിയിൽ. അല്ലാണ്ട് എന്തിനാ ഇങ്ങനെ ഈ ആത്മഹത്യ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലാകാത്ത. ഈ ചേട്ടാ ശങ്കു കുട്ടിയെ പറഞ്ഞു കേട്ടോ, ഇടീ കാണാൻ പറ്റത്തില്ലടി എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ ചെയ്യാൻ അവർക്കൊക്കെ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ഇഷ്ടമാണ്. കണ്ണൻ്റെ കടയിലാണെങ്കിലും ചൂണ്ടാണ് അത്രയും മട്ടത് എല്ലാവന്മാരും കൂടെ അടിച്ചു പൊളിച്ചേ. പണ്ടെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ കടയിൽ നിൽക്കുമ്പോഴും ഇതേപോലെ തന്നെ ഒരു ചെറുക്കനെ കോഴിക്കടയായിരുന്നു അവനെ കോഴിക്കടയ്ക്കകത്ത് ഇങ്ങനെ സൂയിസൈഡ് ചെയ്ത്. എന്നാണോ കോഴിക്കടയ്ക്കകത്തല്ല, അവൻ്റെ വീടിൻ്റെ 2ാമത്തെ നിലയുടെ മണ്ടയിൽ സിറ്റി തന്നെയാണ്. അങ്ങനെ ഇതെന്തോ ഈ കാട്ടി കൂട്ടുന്നതല്ലേ പിള്ളേരൊക്കെ. അപ്പം ഞാൻ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി വന്നേക്കുവാ കേട്ടോ. എൻ്റെ ദൈവമേ, ഇന്ന് രാവിലെ ഞാൻ പറഞ്ഞില്ലേ, രാവിലെ തന്നെ മനസ്സിന് ഭയങ്കര സങ്കടമായിരുന്നു. അറിയാണ്ട് തന്നെ നമ്മൾ കരയുകയോ ഒക്കെ ചെയ്തു. എന്നാണോ മനസ്സിന് ഭയങ്കരമായിട്ടൊരു വിഷമമാണ്. പക്ഷേ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കറിയാൻ ആകെപ്പാടെ ഞാൻ മൂടോട്ടാവുന്നു. പിന്നെ ഞാൻ പണിയാൻ ചെല്ലിയിരുന്നതുകൊണ്ട് ചേച്ചി ഓടി വന്നു കേട്ടോ, രത്നം ചേച്ചി. എന്നിട്ട് പറഞ്ഞു വീട്ടിൽ ഇരിക്കേണ്ട, പെട്ടെന്ന് വായോ കയറി വാ പണിക്കെന്ന് പറഞ്ഞിട്ട് ചേച്ചിയും വരുന്നുണ്ട് കേട്ടോ. കല്യാണിയുടെ വല്യമ്മ ഇപ്പോൾ തൊഴിലുറപ്പിന് വരുന്നുണ്ട്. ആകെപ്പാടെ പിന്നെ ഏതായാലും കയറിപ്പോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരുമായിട്ടൊന്ന് മിണ്ടിപ്പിറക്കിയേ നമ്മുടെ മൈൻഡൊന്ന് മാറും. സത്യം ഒരു പരിധി വരെ എനിക്ക് തൊഴിലുറപ്പ് ഇപ്പോൾ ഒത്തിരി ഒരു ആശ്വാസം കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ, സത്യമായിട്ടും. എന്നാ നടക്കുന്നതെന്ന് അറിയത്തില്ല. എന്നാന്ന് ഉടുത്ത മുണ്ട തന്നെ പറിച്ച് തൂങ്ങിച്ചത്തേക്കുക. എന്നാ കാരണമെന്നൊന്നും നമുക്കറിയത്തില്ല. എന്ത് തന്നെ ആയിക്കോട്ടെ, സാമ്പത്തിക പ്രശ്നമോ അല്ലെ കുടുംബ പ്രശ്നമോ എന്തായാലും സൂയിസൈഡ് ഒന്നിനും ഒരു പരിഹാരമല്ലെന്നേ. നമുക്ക് ജീവിക്കണം. അതിപ്പം ആരാണെങ്കിലും ഇന്ന് ഒരു കൂലിപ്പണിക്ക് പോയാലും ഒരു 500 രൂപ ശമ്പളം കിട്ടും, ശരിയല്ലേ? അപ്പം നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലും മാറിയാണെങ്കിലും താമസിച്ച് സന്തോഷത്തോടെ മുമ്പോട്ട് ജീവിച്ച് കാണിക്കണ്ടേ. അയ്യോ, ഇപ്പം അവരുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു വീട്ടിലോട്ട് നമ്മുടെ തൊഴിലുറപ്പിലുള്ളൊരു ചേച്ചി വിളിച്ചപ്പം അവരമ്മയും ഭാര്യ ഗർഭിണിയാണ്. അവരെല്ലാവരും ഭയങ്കരമായിട്ട് കിടന്ന് കരയുമെന്ന്. അമ്മ പെണ്ണിൻ്റെ അച്ഛനും ഒക്കെ കടന്ന് കരയുവാന്ന് ഭയങ്കരമായിട്ടേ. അതൊക്കെ കേൾക്കുമ്പോൾ ഒന്ന് ഓർത്ത് നോക്കിയേ. സത്യം പറഞ്ഞാൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കുണ്ടല്ലോ എന്തെങ്കിലും അസുഖം വന്ന്, ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ വേറൊരു ചെറുക്കൻ്റെ കാര്യം, അവന് ജീവിക്കണമെന്നുണ്ട്, കണ്ടാൽ പോലും ഒരു അസുഖം ഉണ്ടെന്ന് പറയത്തില്ലായിരുന്നു. അത് പോയിട്ട് മാരകമായിട്ടുള്ള ഒരു അസുഖം പിടിച്ചിട്ട് മരുന്ന് വരെ നിർത്തി ജീവൻ എപ്പം വേണേലും പോകാമെന്നുള്ള രീതിയിലായി കിടക്കുക. ഒന്ന് ഓർത്തേ. അപ്പോഴാണ് നമുക്ക് ദൈവം തന്നേക്കുന്ന ആയുസ് നമ്മളായിട്ട് കളയുന്നത്. എന്നതിനാ കൊച്ചു അങ്ങനെ കാണിച്ചതെന്നാ, എന്ത് പൊട്ടത്തരമാണ് കാണിക്കുന്നതെന്നല്ലേ, ആവശ്യമില്ലാത്ത പരിപാടി. എന്നിട്ട് ഇപ്പോൾ 1 മണി വരെ അങ്ങോട്ടായപ്പോഴാണ് അഴിച്ച് പോസ്റ്റ്മോർട്ടത്തിനൊക്കെ കൊണ്ടുപോയിരിക്കുന്നത്. പീരുമീടിനെങ്ങാണ്ടാണ് കൊണ്ടുപോയിരിക്കുന്നതെന്ന്. ഇനി എപ്പോൾ കൊണ്ടുവരും എങ്ങനെ ആവുമെന്ന് അറിയത്തില്ല. ഇന്ന് അടക്കമോ നാളെ അടക്കമോ ഒന്നും അറിയത്തില്ല. എന്നെ ചെയ്യാനാ ആകെപ്പാടെ ഈ വീട്ടിൽ ഞാൻ സത്യത്തിൽ നിന്ന് പോകണം മടിച്ചതാണ്. ഞാൻ പണിയാൻ പോകാനായിട്ട് കഴിയല്ല. അത് ഇവിടെ ചടഞ്ഞുകൂടി ഇരുന്നേക്കാം. എന്തോ അത് കേട്ടപ്പോൾ തുടങ്ങി എൻ്റെ തലയുടെ മൈൻഡ് പോട്ടെ ഒരുമാതിരി ഇരിക്കുമായിരുന്നു. അപ്പോൾ ചേച്ചി വിളിച്ചിട്ട് പറഞ്ഞു മര്യാദയ്ക്ക് കയറി വന്നു, എന്തിനായിരുന്നു ഇവിടെ കുത്തിപ്പിടിച്ചിരിക്കുന്നത്. നമ്മുടെ ഒരു മോള് ഹൈദരാബാദിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അവൾ പറയായിരുന്നു, സിന്ധുവേ ഞാനിപ്പോൾ ഒത്തിരി സ്ഥലങ്ങൾ എനിക്ക് ജോലിയുടെ ഭാഗമായിട്ട് പോകാനായിട്ട് പറ്റി, ഒത്തിരി സ്ഥലങ്ങൾ. അതിനകത്ത് ഒത്തിരി കോടികൾ ആസ്തിയുള്ള ഫാമിലിക്കാരുമായിട്ട് വരെ ഫ്രണ്ട്ഷിപ്പ് വെക്കാനായിട്ട് പറ്റി. അപ്പം അങ്ങനെയുള്ള ഒരു ഫാമിലി ചെന്നപ്പോൾ ഭയങ്കര കോടികളുണ്ട്. കാനഡയിലും കണ്ട് ഭയങ്കര സാമ്പത്തികമായിട്ടുള്ളവരാണ്. അവൾ ഒത്തിരി സ്ഥലങ്ങളിൽ പോയി കേട്ടോ, ജോർദാൻ, കാനഡ, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പോയി. അപ്പം കാനഡയിൽ ചെന്നപ്പം കണ്ടതാണ് ഭയങ്കര ഏതോ ഒരു വലിയ കാറിൻ്റെയൊക്കെ ഒരു കമ്പനിയുടെ ഓണറാണ് ആ ഫാമിലി. ഭയങ്കര കൂട്ടുകാരാണ്. ഇവരുടെ ഫ്രണ്ട്സിൻ്റെ രണ്ടരം കൂടെ പോയതാണ്. അപ്പോൾ പിന്നെ അവർക്ക് 2-3 മക്കളുണ്ട്. അവർക്കെല്ലാം ഈ സമ്പത്ത് കാരണം അപ്പനെ അമ്മനെ നോക്കാൻ സമയമില്ല. അവരുടെ സമ്പത്ത് എങ്ങനെ ഇതാക്കുമെന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പം കോടികളുണ്ടെന്ന് പറഞ്ഞാലും
എൻ്റെ മക്കൾ വരുമോ, എന്നിട്ട് അഥവാ വന്നില്ലെങ്കിൽ അപ്പം സെർവൻറ്റിനോട് ദേഷ്യപ്പെടും. അങ്ങനെയൊക്കെ അൽഷിമേഴ്സ് എന്ന് പറയുന്ന അസുഖം അങ്ങനെയൊക്കെ പിടിച്ച് അപ്പോൾ കോടികളുണ്ട് സിന്ധുമേ അവർക്ക് ആസ്തി, പക്ഷേ സമാധാനവും സ്വസ്ഥതയില്ലെന്ന്. ഇന്നലെ വൈകിട്ട് എന്നോട് വിളിച്ചു എന്ന് പറയാം. അവൾക്ക് സിന്ധുമേ ഞാൻ പാവങ്ങളുടെയും കണ്ടിട്ടുണ്ട്, അതേപോലെ തന്നെ പാവങ്ങളുടെ വീട്ടിലും പോയിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഒത്തിരി ധനികരുമല്ല പാവങ്ങളുമല്ല, ഞങ്ങൾ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയാണ്. ഞങ്ങൾക്ക് ദൈവം എല്ലാം തരുന്നുണ്ട്, ഇത് മതി. കാരണം ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ഉറങ്ങാൻ പറ്റത്തില്ല. നമ്മുടെ സ്വത്ത് സൂക്ഷിക്കണമല്ലോ, എവിടെ ഉറങ്ങും, എങ്ങനെ ഉറങ്ങുമെന്ന്. നമുക്ക് അന്നത്തേനുള്ളത് മതി സിന്ധുമേ. അതാ ഏറ്റവും നല്ലത്, സമാധാനപരമായിട്ട് പോകുന്നത്. ഇങ്ങനെ ഇപ്പോൾ ഓരോ രാജ്യത്തിൽ കൂടെ ഓരോ സ്ഥലത്തൂടെയും നടക്കുമ്പോൾ ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കുക സിന്ധുമേ ഞാനെന്നൊക്കെ പറഞ്ഞിട്ട് ഇന്നലെ എന്നോട് കുറേ സമയം അവൾ സംസാരിച്ചു. അതിന് അവൾ പറഞ്ഞായിരുന്നു ഈ ഓരോ മരണക്കാർ ഇതല്ല, പിന്നെ റിബണെ കെട്ടി കൊച്ചിനെ കൊന്നേക്കുന്നു, ഡാൻസ് പഠിക്കാൻ പോയ പിന്നെ കുഞ്ഞുങ്ങളെ എന്നതാ ചെറുക്കൻ കൊച്ചിനെയൊക്കെ ഈയിടെ കാണിച്ചത്. എൻ്റെ പൊന്നു മാതാവേ റാഗിങ്ങാന്ന് പറഞ്ഞുകൊണ്ട് ഇന്നാളും അതേ കണക്ക് തന്നെയല്ലേ ഒരു കോളേജിൻ്റെ തളർത്തിയിട്ടുണ്ട് ഒരു ചെറുക്കൻ കോച്ചിനെ കൊല്ല ചെയ്തത്. എന്നിട്ട് എന്തെങ്കിലും ഇതുണ്ടോ? അങ്ങനെ നമ്മുടെ നാട്ടിൽ ശിക്ഷയില്ലാഞ്ഞിട്ടല്ലേ സിന്ധുമേ ഇങ്ങനെ വരുന്നത്. സത്യം ഇപ്പോൾ ആ ചെറുക്കൻ കോച്ചിനെ ചെന്ന് കോമ്പസ് വെച്ച് കുത്തുകയും എന്തൊക്കെ എന്നാണ്ട് ഈ വെയിറ്റ് എടുക്കുന്ന സാധനം എന്നോടൊക്കെ വെച്ചൊക്കെയല്ലേ ചെറുക്കൻ കോച്ചിനെ ചെയ്ത്. അതിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ അവസ്ഥയാണ്. എന്നിട്ടും അവന്മാർ ക്രൂരന്മാരെ പോലെ കണ്ട് ആസ്വദിച്ച് വീഡിയോയും എടുത്ത് അവന്മാരുടെ ഇപ്പം പഠിത്തം നിരോധിച്ചുള്ള സർട്ടിഫിക്കറ്റ് എന്നേലും ഫെയിലായിട്ട് ഇതാക്കി എടുത്ത് വെച്ച് ബ്ലാക്ക് മാർക്ക് ഇട്ടു. എന്നാലും ഇവന്മാർ ഈ ജീവിക്കുമല്ലേ, ഇവന്മാരൊക്കെ ഒരു പഠിച്ച് ഡോക്ടറും നേഴ്സും ഒക്കെ ആയ ബാക്കിയുള്ളവരുടെ അനുഭവം എന്നാന്ന് ഓർത്ത് നോക്കി. അതൊക്കെ ഇന്നലെ ഒത്തിരി സമയമാണ് എന്നോട് സംസാരിച്ചത്. എന്നിട്ട് എന്നോട് പറഞ്ഞു സിന്ധുമ ഏറ്റവും സമാധാനമുള്ള വീടെന്ന് പറഞ്ഞുണ്ടല്ലോ, വലിയ സമ്പത്തും മുതലും ഒന്നുമില്ലാതെ നമ്മുടെ അച്ഛനമ്മമാരെ സ്നേഹിച്ച്, കാരണം അവർക്ക് കൊടുക്കാൻ പറ്റുന്ന സ്നേഹവും ബഹുമാനവും ഒക്കെ കൊടുത്ത് കൂടപ്പുറപ്പുകൾ തമ്മിൽ സ്നേഹിച്ച് അങ്ങനെയൊക്കെ ഉള്ള ജീവിതം സിന്ധുമേ ഈ ലോകത്ത് സമാധാനമുള്ളത്. ഇന്നിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, മീഡിയ ഭയങ്കരമായിട്ട് വളർന്നു, കമ്പ്യൂട്ടർ യുഗമാണ്, ന്യൂ ജനറേഷനാണ്, ഇതൊക്കെയാണ് പറയുന്നത്. പണ്ടത്തെ ആൾക്കാരെന്ന് പറഞ്ഞാൽ എങ്ങനെയാണെന്നറിയാം, ഞങ്ങളുടെയൊക്കെ ഒരു കാലത്ത് നിന്ന് ഞങ്ങളുടെ അച്ഛനും അമ്മയും ആര് നമ്മുടെ വീട്ടിൽ വിരുന്നുകാർ വന്നാലും പിന്നെ എല്ലാ മക്കളും, ഞങ്ങൾ 8 മക്കളും വന്ന് സംസാരിക്കുകയും മിണ്ടുകയും പിറക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നു. അതിനെക്കാട്ടി ഉപരി നമ്മൾ ആരെങ്കിലും വരുമ്പോഴായിരിക്കും നമ്മൾ ബേക്കറി സാധനങ്ങളൊക്കെ കൊണ്ടുപോയി ഫ്രണ്ടിൽ വെക്കുന്നത്, അവർക്ക് കഴിക്കാനായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ വെക്കുന്നത്. അപ്പോൾ അതെങ്കിലും കിട്ടുമല്ലോ എന്ന് ഓർത്ത് പണ്ടൊക്കെ ഉള്ള പിള്ളേരെല്ലാം ചെയ്യുന്നത്. ഇപ്പോൾ ആരെങ്കിലും നമ്മുടെ വീട്ടിൽ ഒരാൾക്കാർ വരുവാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഉള്ള മക്കൾ ആരെങ്കിലും വരുമോ? എല്ലാ മക്കളും പിള്ളേരെന്ത് ചെയ്യുമ്പോൾ അവനോട് പഠിക്കുക, എല്ലാവരും ഓരോ ഫോണുമായിട്ട് ഓരോ റൂമിലായിരിക്കും. ഒരു ഗസ്റ്റ് നമ്മുടെ വീട്ടിൽ വന്നാൽ പോലും ഒരു മക്കളും ഇറങ്ങി വന്നൊന്ന് സംസാരിക്കുകയോ ഒന്ന് വിഷ് ചെയ്യുകയോ ഒന്നും ചെയ്യല, അല്ലേ? സത്യമായിട്ടുള്ള കാര്യമല്ലേ? പക്ഷെ പണ്ട് അങ്ങനെയല്ല. പണ്ടാണെങ്കിൽ ഒരു മുതിർന്നവർ വന്നാലും മക്കളെ ഇങ്ങനെ ചെയ്യണം എന്ന് നമുക്ക് കാരണവന്മാർ പറഞ്ഞു തരുമായിരുന്നു. നിസ്സാരം ഒരു ബസ് യാത്രയൊക്കെ ചെയ്യുമ്പോഴാണെങ്കിലും പറയാമെന്ന്, മക്കളെ പ്രായമുള്ളവരെ കണ്ടാൽ നിങ്ങൾ എണീറ്റ് കൊടുക്കണേന്ന്. ഈ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു യാത്ര, ഞാൻ പറഞ്ഞില്ലേ, ഈ കൊച്ചു പിള്ളേരൊക്കെ ഇച്ചിരി പ്രായമുള്ള അമ്മമാരോ അപ്പന്മാരോ ഏജുള്ളവർ വരുവാണെങ്കിൽ കാല് ശകലം കൊണ്ട് അകത്തി വെച്ചിരിക്കാൻ നോക്കും. കാരണം ഇടയ്ക്കോട്ട് അങ്ങനെ ഇരുന്ന് പോയെങ്കിലോ. അങ്ങനെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നമ്മുടെ പേരൻസ് നമുക്ക് പറഞ്ഞു തരും ഇന്ന പോണക്ക് ചെയ്യണമെന്ന്. പക്ഷേ ഇന്നത്തെ പേരൻസിനും സമയമില്ല. പേരൻസ് കണ്ടില്ലേ കഴിഞ്ഞ ദിവസം അമ്മയുടെ കാമുകനെ മകൻ കൊന്നു. ഒന്ന് ഓർത്തേ, എവിടോട്ടായി ഈ കാലത്തിൻ്റെ പോക്ക്, എന്നതായിരുന്നു ഒരു പിടിയും കിട്ടുന്നില്ല. ഒരു പരിധി വരെ ലോകം അവസാനിക്കാൻ പോകുന്നതിൻ്റെ എന്തോ ഇതാണെന്നാണ് തോന്നുന്നത്. കാണുമ്പോഴും കേൾക്കുമ്പോഴും ശരിക്കും പേടിയാവുക ജീവിതം. ഓരോ ദിവസവും അതെ, ഓരോ ദിവസവും ഒരു ദിവസം നമ്മൾ ഇച്ചിരി മനസ്സമാധാനത്തോടെ ഒന്ന് തള്ളിവിട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേ ദിവസം അതിൻ്റെ അപ്പുറത്തെ വേദനയും കാര്യങ്ങളും ഉള്ള കാഴ്ചകളും വാർത്തകളുമാണ് കാണുന്നതും കേൾക്കുന്നതും. കാട്ടാന ചവിട്ടിക്കൊല്ലുന്നു, കാട്ടുമൃഗങ്ങൾ ദ്രോഹിക്കുന്നു, മനുഷ്യൻ്റെ ജീവൻ ഒരു വിലയില്ല. ഒരു വിലയില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വിലയില്ല. ആരെ വേണേലും കൊല്ലാൻ പേടിയില്ല. എൻ്റെ പൊന്നു തമ്പുരാനെ, ഈയിടെ അമ്മ പറയായിരുന്നു, അവിടെ ചാലക്കുടിയിൽ ഒരു അമ്മേനെ, ഒരു മുസ്ലിം ഫാമിലിയാണ്, ഒരു ഉമ്മയെ സ്വന്തം മകൻ കൈ ഇങ്ങനെ വെച്ചിട്ട് കണ്ടിച്ചെന്ന്. എങ്ങനെ ചെയ്യാൻ തോന്നും? കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, അതും ചാലക്കുടി തന്നെയാണ്. ഒരു സ്ത്രീയെ അവർ സൂപ്പർ മാർക്കറ്റിലെങ്ങാണ്ട് ജോലിക്ക് പോകുന്നതായിരുന്നു. അതിൻ്റെ ഹസ്ബൻഡ് മക്കളുടെ മുമ്പിട്ട് പോന്നേക്കുന്നത് 2ാം നിലയിൽ നിലത്ത് എറിഞ്ഞു കൊല്ലുന്നു. അയ്യോ എൻ്റെ പൊന്നു ദൈവമേ. ഞാൻ സത്യം പറയാൻ ന്യൂസ് ചാനൽ വെക്കത്തില്ലേ, യൂട്യൂബിനകത്ത് നമ്മൾ എപ്പോഴെങ്കിലും ഒന്ന് ന്യൂസിൻ്റെ ഒരു ഇതെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ കയറി വരുന്നത് തന്നെ ന്യൂസ് തന്നെയായിരിക്കും. ഇപ്പോൾ ഈ തൊഴിലുറപ്പിനൊക്കെ പോകുമ്പോഴത്തേനും ഇങ്ങനെ വാർത്തകളും കാര്യങ്ങളും കണ്ടിട്ടേ എല്ലാവരും ഇങ്ങനെ പറയും, നമ്മളിങ്ങനെ റെസ്റ്റ് സമയത്തൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും ഒക്കെ
അയ്യോ ഓരോ കാര്യങ്ങൾ കാണുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ ഉപ്പുതറ അങ്ങോട്ട് ഇതായിക്കൊണ്ടിരിക്കുക ഇടുക്കി. ഒത്തിരി മരണങ്ങളും ഇങ്ങനത്തെ കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കണ്ടമാനം പെരുകുക സത്യം. ഇപ്പോൾ അവൻ്റെ ഫോട്ടോ ഇതേ വന്നിട്ടുണ്ട്. എനിക്കത് കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊടിഞ്ഞു പോകുന്ന മാതിരി എന്തോ ഒരു വിങ്ങൽ ഉണക്കുക. ഇപ്പം ഫുഡ് കഴിക്കാൻ വന്നിട്ട് എനിക്ക് കഴിക്കാനായിട്ട് പറ്റുന്നില്ല. എന്തോ ഒരു വിങ്ങുവോ ചങ്കിനകത്തിരുന്ന്. എങ്ങനെയാ പെങ്കൊച്ച് അനുഭവിക്കേണ്ടത്. ഇനി അതിൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ ആ സ്ത്രീയുടെ അവസ്ഥ എന്താണെന്നറിയോ? എത്ര പാടുപെട്ട് ആ കുഞ്ഞിനെ വലുതാക്കി എന്ന് പറഞ്ഞാൽ കുഞ്ഞ് സംരക്ഷിക്കണമെന്നുണ്ടോ? ഈ പറയുന്ന അപ്പനും അമ്മയ്ക്കും ഒരു പരിധി കഴിയുമ്പോൾ അവർ സംരക്ഷിക്കാൻ പറ്റുമോ? എല്ലാം കൊണ്ടും ആ പെണ്ണിൻ്റെ അവസ്ഥ ഓർത്ത് നോക്കി. എപ്പോഴാണ് അടക്കം എപ്പോഴാണ് ബോഡി കൊണ്ടിരുന്നതെന്നൊന്നും അറിയത്തില്ല. ഞാനും ചേട്ടാനെ തോരെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടായാണെങ്കിൽ പാവം ഇന്ന് പല്ലിൻ്റെ സ്റ്റിച്ചൊക്കെ എടുക്കേണ്ട ഒരു ദിവസമായിരുന്നു. അതൊക്കെ പോയി എടുത്തു വന്ന് ഇപ്പോഴെങ്ങാണ്ട് ആ കടയൊക്കെ ഷട്ടറൊക്കെ പൊക്കിയെന്ന് എല്ലാവരും. അപ്പോൾ കപ്പച്ചാക്ക് എടുത്ത് പിടിക്കുമോ എന്നാണ് ഇത്. അതിൻ്റെ നടുവും വെട്ടി. നാഗപ്പാടെ ടെൻഷനും സങ്കടവും കൊണ്ടാണ്. പിള്ളേരെയൊക്കെ അത്രയും സ്നേഹിച്ച് നടന്നുകൊണ്ടിരുന്ന കുഞ്ഞുങ്ങളല്ലേ ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളും കാണിക്കുമ്പോഴേ. ചേട്ടായിക്കൊക്കെ ആണെങ്കിലും ഇപ്പോൾ ഇങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ കേട്ടാൽ ഭയങ്കര സങ്കടവും വിഷമവും ഒക്കെയാണ്. ഒരു പരിധി വരെ നമുക്കുണ്ടല്ലോ ഓരോ ദിവസവും നമ്മുടെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. പ്രായം കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് ഇതാവും. സത്യമായിട്ടുള്ള കാര്യമാണ്. ഭയങ്കരമായിട്ട് ഹൃദയമുള്ളവർക്ക് കേട്ടോ, എല്ലാവർക്കും ആണോ എന്ന് ഞാൻ പറയുന്നില്ല. ചേട്ടായിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഈയിടെ മറ്റേ ഇത് ആ ചെറുക്കോച്ചിനായിട്ട് ഇടിക്കുന്നതിൻ്റെ ഒക്കെ ഇങ്ങനെ ചില ഭാഗങ്ങൾ ഞാനത് നോക്കാനേ പോയിട്ടില്ല. എനിക്കത് ഓരോരുത്തർ പറയുമ്പോൾ തന്നെ എൻ്റെ ചങ്ങിനകത്തോട്ട് മുള്ളു കുത്തിക്കയറുന്ന മാതിരിയായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടിട്ട് ചേട്ടായി ഒന്ന് രണ്ട് ഇച്ചിരി ഭാഗം കണ്ടിട്ട് ചേട്ടായി ഞാൻ നോക്കിയപ്പോൾ കരയുന്നു. എങ്ങനെ പറ്റുന്നു, എങ്ങനെ സാധിക്കുന്നു എന്ന് ചോദിച്ചുകൊണ്ട്. ജീവിക്കാൻ വിട്ടാൽ പോരെ അല്ലേ? എൻ്റെ ദൈവമേ, ഓരോന്നും നടക്കുന്നതൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെയൊക്കെ കാണുമ്പോൾ ഇതറിയാണ്ട് ഞാൻ പറഞ്ഞു പോയത് എന്നാന്നറിയോ, നമ്മളാരും പൊട്ടത്തരത്തിൽ അറിയാണ്ട് നമ്മുടെയൊക്കെ മനസ്സിൽ പിശാച് കയറുമ്പോഴാണ് നമുക്ക് ഈ സൂയിസൈഡ് ചെയ്യാനായിട്ടൊക്കെ ഉള്ള ചിന്ത വരുന്നത്. ആരും അങ്ങനെ ഒന്നും ചിന്തിക്കരുത് കേട്ടോ. നല്ല മനസ്സോടെ എന്തെങ്കിലും ഒരു ദുഷ്ടചിന്ത നമ്മുടെ മനസ്സിൽ വന്നാൽ ദൈവങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പറപ്പുകളെയോ അല്ലെങ്കിൽ നമ്മുടെ മക്കളെയോ അല്ലെങ്കിൽ നമ്മുടെ ഭർത്താവിനെയോ അമ്മേനെയോ അച്ഛനെയോ നമ്മളെ സ്നേഹിക്കുന്ന ആരെയെങ്കിലും ഒക്കെ ഓർക്കുക, സംസാരിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും ഒന്ന് വിളിക്കുക. നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും ഭാരം ഉണ്ടെങ്കിൽ അന്നേരം തന്നെ നമുക്ക് അത്രയും വിശ്വാസമുള്ള അത്രയും സ്നേഹമുള്ള ആരോടെങ്കിലും ഷെയർ ചെയ്യുക. അല്ല ദൈവത്തിൻ്റെ മുമ്പിൽ കരഞ്ഞു പ്രാർത്ഥിക്കുക. അന്നേരം ഒന്നും നമ്മുടെ മനസ്സിൽ ഇങ്ങനത്തെ ഇത് വരത്തില്ല കേട്ടോ. എനിക്ക് ഇത്രയും പറയണമെന്ന് തോന്നിയോണ്ട് ഞാൻ പറഞ്ഞതാണ്. മരിച്ച വീട്ടിലൊക്കെ പോയിട്ട് വന്നതാണ് കേട്ടോ. തല പൊട്ടിപ്പോളന്ന് പോവുക. കാർച്ച ഇതെല്ലാം കേട്ടിട്ട് എൻ്റെ ദൈവമേ, എന്തിനാണോ ആ ചെറുക്കൻ ഇത് ചെയ്തതെന്ന് എനിക്കറിയത്തില്ല. ഈശ്വരാ, എനിക്കറിയത്തില്ല. കണ്ടു നിൽക്കാനേ പറ്റത്തില്ല എൻ്റെ ദൈവമേ. ആ പെണ്ണിൻ്റെ കരച്ചിലും കല്യാണം കഴിഞ്ഞിട്ട് 6-7 മാസം കണ്ടായതേ ഉള്ളൂ. 1 വർഷം ആയില്ല നീ, അത്രേ ആയതേ ഉള്ളൂ. ചേട്ടായി പകുതി വഴിക്കാൻ നേരിട്ട് പോവുകയാണ് ചേട്ടാ. എൻ്റെ പൊന്നെ, നമ്മൾ അനുഭവിച്ച ഒരു വേദന കാണുമ്പോൾ ഉണ്ടല്ലോ, വേർപാടിൻ്റെ വേദന എന്ന് പറഞ്ഞാൽ അത് നമുക്ക് എനിക്ക് തന്നെയാണ് ഇപ്പം ഇങ്ങനത്തെ ഇതൊന്നും കണ്ടു നിൽക്കാനായിട്ടുള്ള ഒരിതില്ല. എൻ്റെ മനസ്സ് അത്രയായിട്ട് അങ്ങ് ഭയങ്കരമായിട്ട് എനിക്കറിയത്തില്ല സത്യം. ഇന്നും ഒരു കാര്യവും ചെയ്തിട്ടില്ല. ചെടിക്ക് വെള്ളം ഒഴിച്ചില്ല. ഇപ്പോഴാണ് സന്ധ്യയായി. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും 1 മണിയായി ഇത് അഴിച്ചുകൊണ്ട് പോയപ്പോൾ. ഒന്ന് ഓർത്ത് നോക്കിയേ, ആവശ്യമില്ലാത്ത പണി കാണിച്ചിട്ടേ ദൈവം തന്നെ ദൈവം തന്നെ എടുക്കട്ടെ എന്ന് വിചാരിക്കണ്ടേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു പൊട്ട ദുർബുദ്ധിക്ക് ഇങ്ങനെ തോന്നും. പക്ഷെ ആ സമയത്ത് ആരെങ്കിലും ഒരാൾ എന്തെങ്കിലും ഒരു ഫോൺ കോൾ വിളിക്കുമോ അല്ലെങ്കിൽ ഒന്ന് വിളിക്കുമോ സംസാരിക്കുകയോ ഉണ്ടോ എന്നെയും ചെയ്താൽ അതങ്ങ് മാറിപ്പോയിക്കൊണ്ടേനെയായിരുന്നു. കാലം കയറി എന്തോ ചുറ്റിച്ച് കൊണ്ടുപോയതാ ചെറുക്കനെ. പെൺകുഞ്ഞിൻ്റെ അമ്മയുടെയൊക്കെ കരച്ചിൽ കാണണം. എൻ്റെ ദൈവമേ, കാരണവന്മാരുടെ അവസ്ഥയാണ് അല്ലേ. ഒന്ന് കാരണവന്മാരല്ലേ, ആ പെൺകൊച്ചിൻ്റെ ജീവിതം എന്നാന്ന് ഓർത്ത് നോക്കിയേ. അയ്യോ ദൈവമേ, കണ്ടു നിൽക്കാൻ പറ്റത്തില്ലാത്ത അവസ്ഥ. ചന്തയ്ക്കകത്തൊന്നും ഇന്നും ഒരു കട പോലും തുറന്നില്ല. കടയൊന്നും തുറന്നില്ലെന്ന് പറഞ്ഞു. കാരണം അത്രയും മരവിച്ചു പോയില്ലേ. എന്നാന്ന് വെച്ചാൽ ഇവൻ ഓളിനോളായിട്ട് എപ്പോഴും ചിരിച്ച് തടിച്ച് മേളാങ്ങിച്ച് എല്ലാവരോടും മിണ്ടിയും പറഞ്ഞ് നടക്കുന്ന ഒരു പയ്യനായിരുന്നു. 32 വയസ്സ്. ജീവിതം എന്നായി തുടങ്ങാൻ അല്ലേ, ആസ്വദിച്ച് ജീവിക്കേണ്ട ഒരു പ്രായമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴല്ലേ സന്തോഷിച്ച് താത്തരിച്ച്. ഞാൻ എൻ്റെ ഒരു ഇത് പറയണേ, ഒരു കാരണവശാലും എന്നെ വന്നോട്ടെ, എന്നെ മല മറിഞ്ഞു വരുമെന്ന് പറഞ്ഞാലും ആരെല്ലാം നമ്മളെ ഇതായെന്ന് പറഞ്ഞാലും നമ്മൾ ജീവിക്കണം മക്കളെ. ഈ ലോകത്ത് ഈ ലോകത്തുള്ള എല്ലാവരോടും ഞാൻ പറയുന്നത്. അല്ലാണ്ട് ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്. ആരാണേലും അന്തസ്സായിട്ട് ജീവിച്ചാണെങ്കിലും ഒരു 500 രൂപ കിട്ടിയാലേ ഇന്ന് എന്തൊരു പണിക്ക് പോയാലും ഇവന് നല്ല വിദ്യാഭ്യാസവും
ഗൾഫിലൊക്കെ പോയിട്ടുള്ള ചെറുക്കനാ. ഒരു കുഴപ്പമില്ലാത്ത നല്ല പയ്യനാ. നീ എൻ്റെ മനസ്സിൽ മുഴുവൻ ഇരിക്കുന്ന മൊത്തം ആ വിഷുവിന് കൊണ്ടുവന്നിട്ട് എൻ്റെ ഈ 100 രൂപ എന്നിട്ട് കയ്യിലൊക്കെ പിടിച്ചിട്ട് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, ആൻറ്റി വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, സന്തോഷമായിട്ടിരിക്കും, ഇന്നാ കൈനീട്ടോ ഇന്നാ എൻ്റെ കൈനീട്ടോ ഇത്. അപ്പോൾ ഞാൻ ചേട്ടാ എനിക്ക് കൈനീട്ടം തന്നടാ വെച്ചാൽ ഞങ്ങൾക്ക് വിഷു ഇല്ല ഈ വർഷം എന്ന് പറഞ്ഞു. മോനയും കൂടെ മരിച്ചതിൻ്റെ ഇതും കൂടെ വെച്ചാൽ നമ്മൾ ആഘോഷിച്ചില്ല. അപ്പോഴത്തേക്കും എനിക്കറിയാം ഇത് എൻ്റെ കൈനീട്ടോ എന്നും പറഞ്ഞുകൊണ്ട് കൈ വെച്ച് തന്നിട്ട് പോയി. എനിക്കത് തന്നെയായിരുന്നു ഇന്ന് കേട്ടപ്പോൾ മുതലുള്ള ചിന്ത. ആ കയ്യേലൊക്കെ പിടിച്ചിട്ടേ എൻ്റെ കയ്യെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു വിഷമിക്കുമെന്ന് ആൻറ്റി വേണ്ട കേട്ടോ, സാരമില്ല കേട്ടോ, എല്ലാം ശരിയാകും കേട്ടോ എന്നൊക്കെ പറഞ്ഞോണ്ടേ ഒരു മകനെ പോലെ. എന്നെ ചെയ്യാൻ എൻ്റെ ദൈവമേ, ഇത് എന്നതാ ഇന്ന് ഈ ലോകത്ത് നടക്കുന്നതെന്ന് നമുക്ക് അറിയത്തില്ല. സത്യം ജനക്കൂട്ടമായിരുന്നു കേട്ടോ അവിടെ. അവൻ്റെ നല്ല ഇതുകൊണ്ടല്ലേ, അല്ലെങ്കിൽ ഇങ്ങനത്തെ പണിയാണ് കഴിഞ്ഞാൽ മനുഷ്യൻ കൂടാതിരിക്കും. പക്ഷേ ഭയങ്കര ജനവും ഭയങ്കര ആളും എല്ലാമായിരുന്നു. എൻ്റെ ദൈവമേ, അമ്മയ്ക്കും അപ്പനും ഒക്കെ സഹിക്കാനുള്ള ശക്തി കൊടുക്കട്ടെ അപ്പനും കൊച്ചിനും. ചേട്ടായി എന്നെ കൂടെ കൊണ്ടുപോയി, ചേട്ടായിയേ എൻ്റെ ചേട്ടായി കൊണ്ടുപോകല്ലേ, അമ്മ നോക്കിക്കുക, അമ്മയെ അത് കാറി 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 കൂവിക്കൊണ്ട് പറയുന്നത് കേൾക്കണം. ഇനിയിപ്പം 3-4 ദിവസത്തിന് ഒട്ടും ചേട്ടായുടെ മൈൻഡ് നല്ലതായിരിക്കുമല്ലോ, മൈൻഡ് ഭയങ്കര വിഷമവും സങ്കടമായിരിക്കും ചേട്ടായിക്കും. എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നലെയൊക്കെ നല്ല സന്തോഷമായിരുന്നു കേട്ടോ. ഇന്നലെയൊക്കെ വലിയ കുഴപ്പമില്ലാണ്ട് വന്ന് ഹാപ്പി ആയിട്ടേ ഇങ്ങനത്തെ എന്തെങ്കിലും കാഴ്ചകൾ കാണുമ്പോൾ അന്ന് ആ ഗോചേട്ടൻ്റെ ഈ ചേട്ടൻ്റെ പേരും ഗോപി എന്നാണ് കേട്ടോ. ഇവർ ഇന്ന് മരിച്ച ചെറുക്കൻ്റെ അപ്പൻ്റെ പേരും. മറ്റേത് മരിച്ചുപോയ ഗോചേട്ടൻ്റെ ചെറുക്കൻ മരിച്ചു കഴിഞ്ഞ് 2-3 ദിവസത്തിന് ഇത് പിന്നെ അത് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു. എടി പാവം ഒരു ചെറുക്കനായിരുന്നു, പാവം ഒരു പയ്യനായിരുന്നു, ജീവിച്ച് കൊതി തീർന്നില്ല ഇല്ലടി എന്നും പറഞ്ഞുകൊണ്ട്. ദൈവമേ എന്നെ ചെയ്യാനാ. എങ്ങനെയാണെങ്കിലും നല്ല അന്തസ്സായിട്ട് ജീവിക്കണമെന്നേ, ഇങ്ങനത്തെ പൊട്ടത്തരങ്ങളൊന്നും ചെയ്യാതെ ആയുസ്സും ആരോഗ്യവും ദൈവം തന്നാൽ നമുക്ക് എങ്ങനെ വേണേലും ജീവിക്കത്തില്ലേ, കഷ്ടപ്പെടാൻ മനസ്സുണ്ടെങ്കിൽ അല്ലേ. ഒരു കാരണവശാലും ആരും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചിന്തിക്കുകയും ചെയ്യരുത്. ഒത്തിരി എനിക്കറിയാം, ഒത്തിരി വിഷമങ്ങളും വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ അതിനെല്ലാം തരണം ചെയ്ത് നമ്മൾ മുമ്പോട്ട് വന്നെങ്കിലേ നമ്മൾ ഇതാവത്തുള്ളൂ. എന്നാ പ്രശ്നമാണെങ്കിലും. അതാ ഞാൻ പറയുന്നത്, ആരോടും ഇങ്ങനത്തെ ഇതൊന്നും ചെയ്യരുത് കേട്ടോ. നല്ല ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ജീവിക്കാൻ പഠിക്കണം. ഇനിയിപ്പം ജീവിതകാലം മൊത്തം ആ പെൺകൊച്ചിൻ്റെ അവസ്ഥയൊന്നും ഓർത്ത് നോക്കിയേ. ഇനിയിപ്പോൾ എത്രയാണെന്ന് പറഞ്ഞാലും ഇപ്പോൾ പ്രഗ്നൻ്റ് ആണെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷേ ഇന്നത്തെ എൻ്റെ ആ കാർച്ചയും കൂച്ചയൊക്കെ കൊണ്ട് അത് ഏത് വരുമാവും എന്നറിയാൻ പറ്റില്ല. കാരണം 2-3 മാസമൊക്കെ ഉള്ളെങ്കിൽ അതേ ഊണ് കഥ മുറ്റത്തോട്ടൊക്കെ ബോഡി എടുത്തുകൊണ്ട് പോയപ്പോഴത്തേനും ഉരുണ്ട് വീണ് കിടന്ന് കയറുക, മറിഞ്ഞ് വീണ്. പക്ഷെ പാവം ഒരു കൊച്ച് കേട്ടോ. അതിനെ കണ്ടിട്ട് ഒരു അയ്യോപാവം തോന്നുന്നുണ്ട്. ഒരു പാവം ഒരു പെൺകൊച്ച്. എന്നാ ചെയ്യാൻ എൻ്റെ ദൈവം, എനിക്ക് കണ്ട് നിൽക്കാൻ പറ്റുന്നില്ല. ആർക്കും ഇങ്ങനെയൊന്നും വരാതിരിക്കട്ടെ ഈശ്വരാ.